നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വരുന്ന 48 അവേഴ്സിനുള്ളിൽ വരാൻ പോകുന്നൊരു മിറാക്കിൾ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മിറാക്കിൾ കണക്റ്റ് ചെയ്യുമോ? എന്താണ് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത്? അതോ ഈ കറൻറ്റിലി പോകുന്നത് പോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. റീഡിങ്സ് റെസണേറ്റ് ആവാനും അക്യുറേറ്റ് ആവുന്ന നല്ലൊരു റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കാനും വേണ്ടിയിട്ട്, കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സംഭവിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലൂടെ വേണം കടന്നു പോകാൻ എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഫർമേഷൻസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയും കൂടെ ഗ്രാറ്റിറ്റ്യൂഡോടി പറഞ്ഞാൽ 100% നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ സ്വപ്നത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു ലൈഫ് സാഹചര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു മാറ്റം വേണമെങ്കിൽ അത് നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്യുന്നത് പോലെയും നിങ്ങളുടെ മനസ്സുകൊണ്ട് എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുവോ അതുപോലെയും ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നതെന്നുകൂടി മനസ്സിലാക്കണം. കൂടാതെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനും, അത് പാസ്റ്റ് ആയാലും പ്രസൻ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് വരാൻ പോകുന്നത്, ബന്ധത്തിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കേജ്, നോ കോണ്ടാക്റ്റ് വന്നെങ്കിൽ ആ നോ കോണ്ടാക്റ്റിനുള്ള കാരണം, മറ്റു എനർജികളുടെ ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികൾ ഉണ്ടോ ഇതിനകത്ത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായകരമാണ് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക എന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പേഴ്സണൽ റീഡിങ്സ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂടാതെ തന്നെ വിശ്വാസത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അതുപോലെ ലൈഫിൽ എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകളെയെല്ലാം, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം എഴുതി കത്തിച്ച് കളയുക കേട്ടോ. അതായത് റൈറ്റ് ഹീലിംഗ് ചെയ്യുക. മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറയും. നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക. അതനുസരിച്ച് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരികയുള്ളൂ. നിങ്ങൾ ഡിപ്രഷൻ, ആൻസൈറ്റിയിലൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ, ഉറക്കക്കുറവ്, സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ 100% റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറി മറിയും. റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് എന്താ? ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ മറ്റുള്ളവർ നമ്മളോട് ബിഹേവ് ചെയ്തതൊക്കെ പെയിനായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എഴുതി കത്തിച്ച് കളയേണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരോട് നിങ്ങൾക്കൊന്ന് സംസാരിക്കണം, ഒന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട് ഫോണിലൂടെ. തീർച്ചയായിട്ടും ആ പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യം, നമ്മുടെ മനസ്സിലെ പരാതികളാണ് നമ്മൾ റൈറ്റ് ഹീലിംഗ് ആയിട്ട് എഴുതി കത്തിച്ച് കളയേണ്ടത്. പ്രപഞ്ചത്തിനോട് നമ്മളത് സമർപ്പിച്ച് കളയുക. അതോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും ആ ഒരു എനർജി പുറത്തേക്ക് പോവുകയും നമ്മൾ വളരെ ഫ്രഷായിട്ട് പോസിറ്റീവായിട്ട് പുതിയൊരു വ്യക്തിയായി തീരുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമുക്കിവിടെ 48 അവേഴ്സിനുള്ളിൽ നമ്മുടെ ബന്ധത്തിൽ വരുന്ന മാറ്റത്തിൽ ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ച നിങ്ങളുടെ ഈ റിലേഷനിലെ പ്രശ്നം അവസാനിച്ചു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വരെ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം പ്രോബ്ലംസുകളെല്ലാം എൻഡിങ് ആയിരിക്കുന്നു. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നു,
ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയോ, കഠിനമാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ഇനി ഒന്നേന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കിടയിൽ ഒരു അകലം, നോ കോണ്ടാക്റ്റ് എനർജി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അത് മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഫീൽ ചെയ്ത വ്യക്തികളാണെങ്കിൽ അതെല്ലാം അവസാനിക്കുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന എനർജി, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളാണ് ഇതിനകത്ത് കൂടുതലുള്ളതെങ്കിൽ ആ ഒരു ബ്ലോക്ക് ചേഞ്ച് ആകുന്നു കേട്ടോ, ബ്ലോക്ക് മാറ്റുന്ന സിറ്റുവേഷൻസ്, നിങ്ങളെ ഒരു രീതിയിലും കണക്റ്റ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അനുവദിക്കാത്ത വിധം ശക്തമാകുന്ന ബൗണ്ടറി ഇട്ട് നിന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങളുടെ റിലേഷനിൽ അവസാനിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങളോട് അവർ കാണിച്ച അവഗണന, നിങ്ങളുടെ നേരെ നടത്തിയ ഫൈറ്റിങ്, നിങ്ങളെ മോശമാക്കുന്ന രീതിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, അവരിൽ നിന്നുണ്ടായ മോശമാകുന്ന എല്ലാ ബിഹേവിയറും അവസാനിക്കുന്നതായിട്ടും ബ്ലോക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ പുറത്തു വരുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് കാണുന്നത്. ശരിക്കും അത് ഒരു പുതിയ പുലരിയാണ് ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ വിട്ട് ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്ത്, എനിക്ക് ഈ ഒരു ബന്ധം വേണ്ട, ഞാനിതിലൊരു പൂർണ്ണത കാണുന്നില്ല, ഇല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് അല്ല എന്ന് ചിന്തിച്ച് നിങ്ങളിൽ നിന്നും പുറത്ത് നിങ്ങളെ വിട്ടുപോയ വ്യക്തികളാണെങ്കിൽ പോലും അവർ റീകണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ എത്രയോ ആത്മാർത്ഥമായിട്ട്, എത്രത്തോളം പോസിറ്റീവായിട്ടാണ് അവരോട് സ്നേഹം കാണിച്ചത്, അതിനെ അവർ തിരസ്കരിച്ചുകൊണ്ട് അവർക്കത് അവോയ്ഡ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഒരു ഇഗ്നോർ എനർജിയിൽ ഇറങ്ങിപ്പോയ ആ ഒരു എനർജിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പൂർണ്ണതയോടുകൂടി തിരിച്ചു വരുന്ന സിറ്റുവേഷൻസാണ്. അതായത് ശക്തമാകുന്ന ചില തിരിച്ചറിവുകൾ അവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് കുറ്റബോധം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു മാര്യേജിനൊക്കെയുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ നടത്തിയ വ്യക്തികൾ ഇതിനകത്ത് ഉണ്ട് എങ്കിൽ വിവാഹ ലൈഫിലേക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ള സ്വപ്നം രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു പൂർണ്ണതയില്ലായ്മയോട് കൂടി ഒരു സംതൃപ്തിക്കുറവും വിരക്തിയും തോന്നി. അതൊക്കെ ഒരു 3 എനർജി പ്രസൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ, അതായത് വളരെ ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ സഡൻ അവിടെ ഒരു സെപ്പറേഷൻ വരുന്നത് ഒരു പക്ഷേ 3 എനർജിയുടെ പ്രസൻസും രാഹുവിൻ്റെ പ്രസൻസൊക്കെ കണക്റ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ് കേട്ടോ. നമ്മൾ പോലും അറിയാതെ ഒരാളെ വെറുത്തു പോകുന്നതും ആ വ്യക്തിയിൽ നിന്ന് പുറത്ത് കടന്നു പോകുന്നതൊക്കെ ആ ഒരു എനർജി, നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ വന്ന ഒരു ചേഞ്ചിങ് ആണ് ഇതിനെല്ലാം കാരണമാണ്. നമുക്ക് ആരെയും ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെടാത്തൊരു വ്യക്തിയാണെങ്കിലും, അഥവാ നമ്മുടെ ഡെസ്റ്റിനിയിൽ പെടാത്ത വ്യക്തികൾ നമ്മളിലേക്ക് വരികയില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകേണ്ട വ്യക്തികളാണ് നമ്മുടെ ലൈഫിലേക്ക് വന്ന് കടന്നു പോകുന്നത്. ഇത് ശത്രുവായിട്ടാണെങ്കിലും മിത്രമായിട്ടാണെങ്കിലും എല്ലാം വന്നു ചേരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇതൊക്കെ 3 എനർജിയുടെ പ്രസൻസാണ് വിരക്തി ഫീൽ ചെയ്യുന്നത്. മടുപ്പും താല്പര്യക്കുറവും ഒരു എന്താ പറയുക, ഒരു വിരക്തി, വെറുപ്പിൻ്റെയൊക്കെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നത് 3 എനർജിയുടെ പ്രസൻസിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇവിടെ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്ന. വിവാഹം പോലുള്ള ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ എത്തിയ ബന്ധത്തിനകത്ത് വിള്ളൽ സംഭവിച്ചുവെങ്കിൽ അവിടെ ആ ഒരു പ്രസൻസ് കാരണമാണ് നിങ്ങളുടെ കുറവുകളെ മാത്രം അവർക്ക് കാണാൻ സാധിച്ചത്. നമ്മളിലെല്ലാം കുറവുമുണ്ട്, നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് വശത്തെ കൂടുതൽ പൊലിപ്പിച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നത് ഈ ഒരു എന്താ പറയുക, ഒരു സെപ്പറേഷനുള്ള യോഗം ഉണ്ട് എന്നുള്ളവരെ സംബന്ധിച്ചാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ച് ആളുകളുടെ എനർജിയിൽ നിരാശ ഫീലിങ്സ് ഉണ്ട്. അവരൊരു ഇംബാലൻസിങ്ങിലാണ് നിൽക്കുന്നത്. അതായത് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമുണ്ട്. അതായത് നിങ്ങളിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ കൂടിയുള്ള വ്യക്തികളെയും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്.
അപ്പം ചിലരെ സംബന്ധിച്ച് ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് മാറി നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയി ഈ ഒരു ബന്ധം എൻ്റെ ലൈഫിൽ ഇനി വേണ്ട എന്ന് ഉറച്ച തീരുമാനത്തോട് പോയവർ തിരിച്ചു വരുമ്പം ചിലരുടെ എനർജികളിൽ അതൊരു മാര്യേജ് പ്രസൻസിലൊക്കെ നിന്ന വ്യക്തികളുടെ എനർജിയിൽ നിരാശയിൽ തന്നെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങളും മനസ്സിലായി, അവർക്ക് തെറ്റുപറ്റിയെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില എനർജികളിലൊക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളായിരുന്നു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും അതിൽ നിരാശപ്പെട്ട് നിൽക്കുകയും നിങ്ങളെ ഫോക്കസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത, നിങ്ങളുടെ കെയറിങ് കൊടുത്ത, നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്ന, അതായത് അവരുടെ കുറവുകളെ ഒന്നും അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ തിക്ത അനുഭവങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ് അവരെ പെയിൻഫുള്ളാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള വാഗ്വാദങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ, അതായത് അവരെത്രത്തോളം നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളത് ക്ഷമയോടുകൂടി അവരെ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ റെസ്പെക്റ്റോടുകൂടി തന്നെ കണ്ടിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ആ ഒരു നിരാശ, ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങളിലേക്ക് അവരുടെ ഒരു ഇമോഷൻസ് വരുന്നതായിട്ട്, അതായത് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളിൽ ചിലർക്ക് അത് റിജക്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ അവരോട് തോന്നിയ ഒരു സ്നേഹത്തിൻ്റെ ആഴം, അവരിൽ നിന്നുണ്ടായ ഒരു സെപ്പറേഷൻ്റെ പെയിൻ ആയിരിക്കാം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ്. അതല്ലെങ്കിൽ നിങ്ങളവിടെ ഒരു മൗനം പാലിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സൈലൻ്റ് ആവേണ്ടി വരുന്നു, മൗനം പാലിച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഇവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരു ഒന്നുമില്ലാതെ, ആരുമില്ലാതെ ഒരു ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളിലേക്കും കപ്പ് ഓഫ് ലവ് എനർജി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ബന്ധങ്ങളിൽ കുടുംബപരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് റിലേഷനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളായിരിക്കാം. ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി റിലേഷൻ്റെ എനർജിക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്നവർ, അതായത് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോയിട്ടും നിങ്ങൾക്കിടയിൽ വാല്യൂ ലഭിക്കാതെ എപ്പോഴും ഒരു അവഗണനയും, അതായത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളിൽ ആ ഒരു ബർഡൻ അങ്ങ് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ ഒക്കെ പ്രസൻസിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരുമിച്ചൊരു കുടുംബത്തിനുള്ളിൽ പോകുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങൾ വളരെയധികം അവർക്ക് പ്രഷ്യസ് ആയതും വാല്യുബിൾ ആയൊരു വ്യക്തി ആയിരുന്നുവെങ്കിലും നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു ബർഡൻ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കുന്ന സമയമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്ന, അതായത് നിങ്ങളെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളെ അവർ നിങ്ങളറിയാതെ വാച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയോട് കൂടി തന്നെയാണ് ഫാമിലി ലൈഫിൻ്റെ എനർജി ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാകുന്ന സിറ്റുവേഷൻസും, അത് പ്രശ്നങ്ങളെ ഇറക്കി വയ്ക്കാൻ, ഇത്രയും നാളും നിങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന പ്രോബ്ലംസുകളെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ചിലരുടെ എനർജികളിൽ. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തിയായിരിക്കാം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, അതായത് ആർക്കും തട്ടുകേടില്ലാത്ത രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഫലം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ്, ഇപ്പം നിങ്ങളും ഒരു രാജ്യത്ത് അവരുമായി അടുത്തൊരു രാജ്യത്ത് ഒരു എബ്രോഡ് എനർജിയുടെ ഒക്കെ പ്രസൻസ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാത്തിരിപ്പിനൊരു അവസാനം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാൻ പോകുന്ന സിറ്റുവേഷൻസ്, അതായത് ഒരു പുതിയ തുടക്കം, ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഉള്ള ഒരു പുതിയ തുടക്കത്തിന് അവർ തയ്യാറാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ റീയൂണിയൻ പ്രസൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷനായിട്ട് പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ടോക്സിക് സിറ്റുവേഷൻസുകൾ, ഒരു സമാധാനമില്ല,
ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാത്തൊരു വ്യക്തിയോടൊപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ഒക്കെ ആണെങ്കിൽ നിങ്ങളെ മിസ്യൂസിങ് ചെയ്യുന്ന, അതായത് നിങ്ങളോടുള്ള സ്നേഹം മറ്റു ചില കാര്യങ്ങളെ ബേസ് ചെയ്താണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയും എന്നാൽ നിങ്ങൾ സൈലൻ്റായിട്ട് ആ ഒരു ബന്ധത്തെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റീയൂണിയനാണ്. നിങ്ങളെ അവർ മനസ്സിലാക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക്, ഒരുപാട് കാലങ്ങളുടെ ഒരു 10 ഇയർ എബോവ് ഒക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം 1 ഇയർ 10 ഇയറിൻ്റെ ഒക്കെ എനർജി സ്ട്രോങ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ സമയം മാറുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് വരുന്നു, ഒരു മൂവ്മെൻറ്റ്സ് വരുന്നു. അതായത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാത്തിരിപ്പിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു തടസ്സങ്ങൾ എന്താണെങ്കിലും അതിനെ മറികടന്നൊരു ഹെൽത്തി എനർജിയിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും ഒന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളിൽ ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആയിരുന്നു. നിങ്ങളറിയാതെ മറഞ്ഞിരുന്ന് നിങ്ങളെ ഫോക്കസ് ചെയ്തിരുന്നു. നിങ്ങളുടെ നിഴലായിട്ട് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഈ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു നിഴൽ എനർജി, അതായത് നിങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് നൽകാൻ പോകുന്ന സിറ്റുവേഷൻസിലേക്കാണ് മാറുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് നമുക്ക് ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, സംസാരത്തിലൊന്നും ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ബന്ധങ്ങളിലൂടെ കടന്നു പോയവരാണെങ്കിൽ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ ഒരുപാട് അനുഭവിക്കുകയും നിങ്ങൾ മാനസികപരമായിട്ട് ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ശക്തമായ കോൺഫ്ലിക്റ്റുകൾ മറ്റുള്ളവരോട് ഇൻവോൾവ് ആയിട്ട്, അത് പക്ഷേ ഫാമിലി എനർജിയെ ബേസ് ചെയ്താവാം, പുറമേ ഉള്ള ആളുകളോട് ഇൻവോൾവ് ആയിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാം കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ച എല്ലാ നെഗറ്റിവിറ്റികളും മാറി നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആകുന്നു, നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നു. അതായത് മതിമറന്ന ഒരു സന്തോഷത്തിൻ്റെ സമയവും നിങ്ങളുടെ ബന്ധങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ വ്യക്തിയിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമാധാനം, ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ പവർ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻസ് എഴുതുന്നതെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആവും കേട്ടോ മക്കളെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളെപ്പോഴും 24 അവേഴ്സും എന്താണോ ചിന്തിക്കുന്നത് അതിങ്ങനെ പ്രകൃതിയിൽ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ കിട്ടും, അത് മോശമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മോശമായിട്ട്. ഇപ്പം നമ്മളെപ്പോഴും ശത്രുക്കളെക്കുറിച്ചും നമുക്ക് സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പിനെസ്, നമ്മൾ അനുഭവിച്ച കുറേ പോസിറ്റീവായ സമയങ്ങളുണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും എപ്പോഴും നെഗറ്റീവ് ഒന്നും അല്ലല്ലോ. നമ്മളിൽ സന്തോഷങ്ങൾ വന്നിട്ടുണ്ടാവാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം. അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചിന്തിക്കുകയും ഇനി നടക്കണമെന്ന് ആഗ്രഹിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതും അങ്ങനെ തന്നെ മാനിഫെസ്റ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രകൃതിയിൽ എപ്പോഴും ആ ഒരു ഊർജ്ജം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ്. എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഇതിങ്ങനെ കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോഴും ആ ചിന്തിക്കുന്നത് എന്താണോ, തേർഡ് പാർട്ടിയുടെ കൂടെയാണോ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അതിൽ പവർഫുള്ളായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തഥാസ്തു എന്നൊരു എനർജിയിലേക്ക് അത് പോവുകയാണ്. അതേസമയം നിങ്ങളിലേക്ക് വന്നു ചേരും, കുറേ കൂടി സന്തോഷകരമാവും, ഞങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതും തഥാസ്തു എന്ന് പറയുന്ന ഒരു എനർജിയിലൂടെ നിങ്ങളിലേക്ക്
എന്ത് ചെയ്യും, വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണോ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ചിലരെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലം വരുന്നതിൻ്റെ ഗുണം കൊണ്ട് ഈ ഒരു വ്യക്തിയുടെ ഈഗോ, നിങ്ങളുടെ പേഴ്സണൽ ഈഗോ ഉണ്ടായിരുന്നെങ്കിൽ അത് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ നിന്നും എസ്കേപ്പിംഗ് ചെയ്ത്, അതായത് നിങ്ങളോട് മിണ്ടാതെ, നിങ്ങൾക്ക് ഒരു മറുപടി പോലും നോയോ യെസ്സോ ഒന്നും പറയാതെ നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ, അതായത് ഒരു രീതിയിലും ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പോലും പറയാതെ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആളുകൾ ആ ഒരു സിറ്റുവേഷൻസിനെ, ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജീനെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സൺറൈസിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്തംഭന അവസ്ഥയൊക്കെ മാറുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ മൂവ്മെൻറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. അതായത് ഒരു ലോങ് ടൈം സക്സസ് ആണ്. ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരികയും കോണ്ടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചറിവിൻ്റെ പാതയിലാണ്. അവർ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രതീക്ഷിക്കാതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്ന് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ അസാധ്യമാണെന്ന് ചിന്തിച്ച കാര്യമാണ് നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ചീറ്റിംഗ് ചെയ്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് സ്റ്റക്കാക്കി കളഞ്ഞ അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾ ഇറങ്ങുന്നത്. ഒരു കോൺഫിഡൻസ് വരാൻ പോകുന്നു. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനെ കുറിച്ച് നല്ലൊരു ധാരണ വന്ന് നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസിലേക്കും സെൽഫ് ലവ് എനർജിയിലേക്കും മാറുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ. അതായത് ഒരിക്കലും ഇനി കണക്റ്റഡ് ആവാൻ പറ്റത്തില്ലാത്ത സാഹചര്യമുള്ളവർ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളിലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയിലേക്കും നമുക്ക് കുറച്ച് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഒരു കർമ്മ എൻഡ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പൂർണ്ണമായിട്ടും ശിക്ഷിച്ചത്, ഈ ഒരു റിലേഷൻ നിങ്ങളിൽ വന്നതും അതിനകത്ത് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തതും കുറച്ച് ആളുകളുടെ എനർജിയിൽ കർമ്മ ബേസാണ്. അതായത് ബ്ലാക്ക് മാജിക് പ്രസൻസ് അല്ലെങ്കിൽ മോശം ഒരു ഡെസ്റ്റിനി, പാസ്റ്റ് ലൈഫിൽ ഒരു ഡെസ്റ്റിനി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നിങ്ങളെ ശരിക്കും ബാധിച്ചൊരു സിറ്റുവേഷൻസാണ്. നിങ്ങളുടെ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് തകർന്നു പോയിട്ടുണ്ടാവാം, ഫിസിക്കൽ പരമായിട്ട് നിങ്ങളെ മിസ്യൂസിങ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ശക്തമാകുന്ന ഒരു ഇരയാക്കപ്പെട്ട ഒരു പവർ ലോസിങ് സംഭവിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കൂടാതെ തന്നെ കർമ്മ ഹീലിംഗ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പവർഫുള്ളായൊരു മൈൻഡ് സെറ്റോട് കൂടി മാറുകയും നിങ്ങളെങ്ങനെ അവരുടെ പിന്നാലെ നടന്നോ, നിങ്ങൾ എത്രത്തോളം അവരെ ഫോക്കസ് ചെയ്തോ, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവരെ സ്നേഹിച്ചോ അതെല്ലാം റിപ്പീറ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ സന്തോഷകരമാകുന്നൊരു ട്രാവലിംഗ്, മുന്നേറ്റേക്കുള്ളൊരു യാത്ര നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് ഈ ഒരു ബന്ധം അവസാനിച്ചു, ഇനി ഒരു ബന്ധമില്ല എന്ന് ചിന്തിച്ച വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് വന്നു ചേരുന്നത്, അതായത് ഒരു മിറാക്കിൾ പോലെയായിരിക്കും ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇനി അതില്ല എന്ന് വ്യക്തമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്നും പതുക്കെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്തു തുടങ്ങുമ്പോഴേക്കും ആ ഒരു എനർജി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ, ഒരു മാജിക് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്നുകൂടിയാണ് നമുക്ക് ഈ ഒരു എനർജികളിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ.